Welcome to the BSc Complementary Physics class for semester 3. This series is marked as CPCH, that is Complementary Physics for Chemistry main students. Complementary Physics for Chemistry main student semester 3. This is the first lecture. BSc Complementary Physics semester 3 CPCH Complementary Physics for Chemistry main. First lecture. We begin. The first chapter is interference of a light. The unit is interference of a light. So the question is, what is interference of a light? ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ആദ്യ ചോദ്യം. ഫസ്റ്റ് ചാപ്റ്റർ ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റിലാണ്. ലൈറ്റിന് ഇൻ്റർഫറൻസ് ഇതിൽ ഏതാനും ഐഡിയ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. അതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇൻ്റർഫറൻസ് ഓഫ് ലൈറ്റ്, വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? ഇറ്റ് ഈസ് the modification in the distribution of light due to the superposition of two or more light waves is called interference. The modification in the distribution of light due to the superposition of two or more light waves is called interference. Define interference. This is the answer. രണ്ടോ അതിൽ കൂടുതലോ ലൈറ്റ് വേവ്സ്, പ്രകാശ തരംഗങ്ങൾ, നിങ്ങൾക്കറിയാം ലൈറ്റ് ഒരു വേവാണെന്നറിയാം, ലൈറ്റ് ട്രാൻസ്മിറ്റ് വേവാണ്. രണ്ടോ അതിൽ കൂടുതലോ പ്രകാശ തരംഗങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ പുറത്ത് പതിക്കുമ്പോൾ ഈ ലൈറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ, അതിൻ്റെ വിതരണത്തിൽ ഉണ്ടാകുന്ന മാറ്റം, അതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫറൻസ്. രണ്ടോ അതിൽ കൂടുതലോ ലൈറ്റ് വേവ്സ് അവ പരസ്പരം സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ, ഒന്നിന് പുറത്ത് മറ്റത് പതിക്കുമ്പോൾ ആ ലൈറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ, അതിൻ്റെ വിതരണത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫറൻസ്. ദ മോഡിഫിക്കേഷൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഡ്യൂ ടു ദി സൂപ്പർപൊസിഷൻ ഓഫ് ടു ഓർ മോർ ലൈറ്റ് വേവ്സ് ഈസ് കോൾഡ് ഇൻ്റർഫറൻസ്. കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷ പറയാം. ഇപ്പോൾ നമ്മൾ ഒരു റൂമിൽ നിന്ന് വായിക്കുകയാണ്. വായിക്കുമ്പോൾ ഈ ബുക്കിൻ്റെ പേപ്പറിൽ ലൈറ്റ് വീഴും. ഒരു ലാമ്പ് ഉണ്ടെങ്കിൽ അതിൽ ലൈറ്റ് വീഴും. ആ ലാമ്പ് മാറ്റിയിട്ട് വേറെ ലാമ്പ് വെക്കുകയാണെങ്കിൽ അതിൽ ലൈറ്റ് കിട്ടും. രണ്ട് ലാമ്പ് ഒരുമിച്ച് നമ്മൾ തെളിക്കുകയാണെങ്കിൽ ബുക്കിലെ പേപ്പറിൽ മാക്സിമം ലൈറ്റ് കിട്ടും. രണ്ട് ലാമ്പ് ഒരുമിച്ച്, ഒരു ലാമ്പ് മാത്രം ഉണ്ടെങ്കിൽ പേപ്പറിൽ ഒരു പ്രത്യേക വെളിച്ചം, അത് ഓഫ് ചെയ്തിട്ട് വേറെ ലാമ്പ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെളിച്ചം, രണ്ടും കൂടി ഒരുമിച്ച് നമ്മൾ ഇലുമിനേറ്റ് ചെയ്താൽ ബുക്കിലെ പേപ്പറിൽ മാക്സിമം ലൈറ്റ് കിട്ടും. എന്നാൽ ഈ രണ്ട് ലാമ്പുകളും പ്രത്യേകം തയ്യാറാക്കിയ ലാമ്പുകളാണെങ്കിൽ അവയ്ക്ക് വിളിക്കുന്ന വാക്ക് കൊഹറൻ്റ് എന്നാണ്. കൊഹറൻറ്റ്. രണ്ട് ലാമ്പുകളും കൊഹറൻ്റ് ആണെങ്കിൽ, ആ കൊഹറൻ്റ് എന്താണെന്ന് പറയാൻ പോവുകയാണ്. രണ്ട് ലാമ്പ് കൊഹറൻ്റ് ആണെങ്കിൽ ആ ബുക്കിലെ പേപ്പറിൽ ഉണ്ടാകുന്ന ലൈറ്റ് പ്രത്യേകം ഈ ബാൻഡ്സ് ആയിട്ട്, ആ ഡാർക്ക് ബാൻഡ് അതുപോലെ ബ്രൈറ്റ് ബാൻഡ്, ഇങ്ങനെ ബാൻഡ്സ് ആയിട്ട് പ്രത്യക്ഷമാകും. അങ്ങനെ ബാൻഡ്സ് ആയിട്ട് കാണുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫറൻസ്. ലൈറ്റിൻ്റെ ആ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു നവീകരണം, ഒരു മാറ്റമുണ്ടാകും, മോഡിഫിക്കേഷൻ ഉണ്ടാകും. അതിനാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ദ മോഡിഫിക്കേഷൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഡ്യൂ ടു ദി സൂപ്പർപൊസിഷൻ ഓഫ് ടു ഓർ മോർ ലൈറ്റ് വേവ്സ്. രണ്ടോ അതിൽ കൂടുതലോ ലൈറ്റ് വേവ്സ് പതിക്കണം. ഒരു വേവ് മാത്രം പോലെ. അപ്പോൾ കൂടുതൽ തരംഗങ്ങൾ പതിച്ചു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ചിലയിടത്ത് കൂടി വരും, ചിലയിടത്ത് കുറഞ്ഞു വരും, ഈ ഒരു സ്ക്രീനിൽ അല്ലെങ്കിൽ പേപ്പറിൽ. അങ്ങനെ വരുന്നതാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർഫറൻസ് ഉണ്ടാകാൻ വെറുതെ രണ്ടോ മൂന്നോ ലാമ്പ് കത്തിച്ച് വെച്ചത് ഉണ്ടാകണമെന്നില്ല. രണ്ട് ലാമ്പുകൾ കൊണ്ട് ഇൻ്റർഫറൻസ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അവ രണ്ട് കൊഹറൻ്റ് ആയിരിക്കണം. എന്താണ് കൊഹറൻറ്റ്? ദാറ്റ് വി ക്യാൻ സീ. സോ യു സീ ദ ഡെഫിനിഷൻ. ദിസ് യു ടു സ്റ്റഡി by heart. The modification in the distribution of light due to the superposition of two or more light waves is called interference. Our next question is condition for interference. Condition for interference. This is another question for the examination. Interference ഉണ്ടാകാനുള്ള കണ്ടീഷൻ എന്താണ്? Only two conditions. The conditions for interference are, number one, the sources must be coherent. I told you. The second is they must be close and narrow. ഇപ്പോൾ സോഴ്സുകൾ കൊഹറൻ്റ് ആയിരിക്കണം, അവ വളരെ അടുത്തും നേർത്തതുമായിരിക്കണം. നാരോ സോഴ്സ് ആയിരിക്കണം, അതുപോലെ ക്ലോസ് സോഴ്സ് ആയിരിക്കണം. അടുത്തുള്ള രണ്ട് പ്രകാശ സോഴ്സ്, ലൈറ്റ് സോഴ്സ് ആയിരിക്കണം. ഇനി എന്താണ് കോഹറൻ്റ് സോഴ്സസ്? കോഹറൻ്റ് സോഴ്സസ് ആർ സോഴ്സസ് എമിറ്റിംഗ് ലൈറ്റ് ഓഫ് സെയിം വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഹാവിംഗ് a constant phase difference or not.
അപ്പോൾ ഇതിലെ ചില വാക്കുകൾ എനിക്ക് പിടിയില്ലാത്തതാണ്, പറയാൻ പോവുകയാണ് നമ്മൾ. ഈ രണ്ട് ലൈറ്റ് സോഴ്സ് അവയെ കൊഹറൻ്റ് ആണെന്ന് പറയാം എപ്പോൾ? ലൈറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ലൈറ്റിന് വേവാണ്, എല്ലാ വേവിനും ആംപ്ലിറ്റ്യൂഡുണ്ട്. നമ്മൾ വേവ് ഇക്വേഷൻ പറയുമ്പോൾ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് പറയും, അതുപോലെ അതിൻ്റെ ഫേസ് പറയും, വേവ് ലെങ്ത് പറയും. അപ്പോൾ ഇതൊക്കെ എഴുതിയാണ് ഈ ലൈറ്റ് വേവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് വേവിന് ആംപ്ലിറ്റ്യൂഡുണ്ട്, അതിന് വേവ് ലെങ്ത് ഉണ്ട്, ഫേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് സോഴ്സുകൾ കൊഹറൻ്റ് ആകണമെങ്കിൽ they should emit light of same wavelength and amplitude having a constant phase difference or not. ഈ സോഴ്സിലെ ലൈറ്റ് വേവുകൾ തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാകാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. പക്ഷേ ആംപ്ലിറ്റ്യൂഡും ലാംഡയും സെയിം ആയിരിക്കണം. ആ കാരണം കൊണ്ട് ഇങ്ങനെ പറയും, 2 ഇൻഡിപെൻഡൻറ്റ് സോഴ്സസ് വിൽ ബി ഓൾവേസ് ഇൻകൊഹറൻറ്റ്. രണ്ട് പ്രത്യേകം സോഴ്സിലെടുത്താൽ അവ ഇൻകൊഹറൻ്റ് ആകും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ 2 സോഡിയം വേപ്പർ സ്ലിറ്റുകൾ എടുക്കുകയാണ്. സോഡിയം വേപ്പർ ലാമ്പിൽ നിർമ്മിച്ച അതുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്ലിറ്റുകൾ എടുക്കുകയാണ്. അവിടെ ലാംഡ സെയിം ആണെങ്കിലും ഈ 2 ലാമ്പാകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് മാറും. ആംപ്ലിറ്റ്യൂഡ് മാറിയാലും ലാംഡ മാറിയാലും കൊഹറൻസി ഇല്ലാതാകും. അപ്പോൾ 2 സോഴ്സിൽ കൊഹറൻ്റ് ആകാൻ ലൈറ്റ് ആംപ്ലിറ്റ്യൂഡ് സെയിം ആകണം, വേവ് ലെങ്ത് സെയിം ആണ്. ഫേസിൽ നിർബന്ധമില്ല, ഫേസ് കോൺസ്റ്റൻ്റ് ആകാം, അല്ലെങ്കിൽ പിന്നെ വ്യത്യാസം ഇല്ലാതിരിക്കുക, കുഴപ്പമില്ല. ഇനി എങ്ങനെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു പ്രൊഡ്യൂസ് 2 കോഹറൻറ്റ് സോഴ്സസ്? എങ്ങനെ ലാബിൽ നമ്മൾ 2 കോഹറൻറ്റ് സോഴ്സ് നിർമ്മിക്കുക? ലബോറട്ടറിയിൽ ദ ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു പ്രൊഡ്യൂസ് 2 കോഹറൻറ്റ് സോഴ്സസ്? ആൻഡ് ഇറ്റ് ഈസ് written here. You see the figure. A slit test is given and it is illuminated by monochromatic light, and light coming from that slit is passed through 2 slits A and B. A and B will act as coherent sources. നോക്കുക, ഒരു സ്ലിറ്റാണ് എസ് എന്ന് പറയുന്നത്. ഈ സ്ലിറ്റ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. ഒരു കാർഡ്ബോർഡിൽ നമ്മളൊരു നീളത്തിലൊരു ദ്വാരം ഉണ്ടാക്കുക, സ്ലിറ്റ് എന്ന് പറയും. റെക്റ്റാങ്കുലറായിട്ട് ഒരു ദ്വാരം ഉണ്ടാക്കുക, അതിന് സ്ലിറ്റ് എന്ന് പറയും. കാർഡ്ബോർഡിലാണ്. അതൊരു ലൈറ്റ് സോഴ്സിൻ്റെ, ഒരു സോഡിയം വേപ്പർ ലാമ്പിൻ്റെ മുന്നിൽ വെച്ചാൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് സ്ലിറ്റിലൂടെ വരും. സ്ലിറ്റ് എന്ന് പറയും, സോഴ്സ്. അപ്പോൾ ഒരു കാർഡ്ബോർഡിൽ നീളത്തിൽ റെക്റ്റാങ്കുലറായിട്ട് ഒരു ഗ്യാപ്പ് നമ്മൾ വെട്ടിയെടുത്താൽ അതിന് സ്ലിറ്റ് എന്ന് പറയും. അതിലൂടെ ലൈറ്റ് വരണം. അങ്ങനെ വരുന്ന ലൈറ്റ് അതേപോലെയുള്ള മറ്റു 2 സ്ലിറ്റിനകത്ത്, മറ്റൊരു കാർഡ്ബോർഡിൽ 2 സ്ലിറ്റ് വെട്ടി ഇതിന് മുന്നിൽ വെച്ചാൽ മതി. അവരുടെ കൊഹറൻ്റ് ആയിരിക്കും. സോ ഐ ഷാൽ say it once again. A slit is illuminated by monochromatic light. The light derived from the slit, I think you can read it. The light derived from the slit is passed through 2 pinholes, 2 other slits or pinholes, A and B. A and B will act as coherent sources. ആ പടത്തിലാണ് കാണിച്ചിരിക്കുന്നത്. A, B ആണ് 2 സ്ലിറ്റുകൾ. എസ് എന്ന് പറയുന്ന മെയിൻ സ്ലിറ്റാണ്. അതിലിരുന്നാണ് ലൈറ്റ് വരുന്നത്. ആ ലൈറ്റ് 2 സ്ലിറ്റിനകത്ത് കടത്തി വിടണം. ആ 2 സ്ലിറ്റ് എയും ബിയും കൊഹറൻ്റായി പ്രവർത്തിക്കും. ലൈറ്റ് ഡിറൈവ്ഡ് ഫ്രം സ്ലിറ്റ് എസ് ഈസ് പാസ്ഡ് ത്രൂ എ ആൻഡ് ബി ടു അതർ സെൽസ്. എ ആൻഡ് ബി വിൽ ആക്ട് ആസ് കൊഹറന്റ് സോഴ്സസ്. അപ്പോൾ എക്സാമിനേഷൻ ഇങ്ങനെ ചോദിക്കാം, യു ഗീവ് എ മെത്തേഡ് ടു പ്രൊഡ്യൂസ് 2 കൊഹറന്റ് സോഴ്സസ്. 2 കൊഹറന്റ് സോഴ്സസ് നിർമ്മിക്കാൻ ഒരു മെത്തേഡ് പറയുക. ഇതാണ് മെത്തേഡ്. എസിൽ നിന്ന് ഒരു സ്ലിറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് സോഡിയം വേപ്പർ ലാമ്പ് ആയിരിക്കണം. ഈ സോഡിയം വേപ്പർ ലാമ്പിൻ്റെ പ്രത്യേകത, അതിലെ ലൈറ്റിന് ലാംഡ കോൺസ്റ്റൻ്റ് ആണ്, 5893 ആങ്സ്ട്രം. നിങ്ങൾ കിട്ടുകയാണ്. ദ വേവ് ലെങ്ത് ഓഫ് സോഡിയം യെല്ലോ ലൈറ്റ് ഈസ് 5893 ആങ്സ്ട്രം. അതൊക്കെ ഓർക്കേണ്ടതാണ്, നമ്മൾ പുറകെ ഓർക്കും. അപ്പോൾ ചിത്രത്തിൽ എയും ബിയും 2 കോഹറന്റ് സോഴ്സസ് ആണ്. ആ ലൈറ്റ് വന്നിട്ടാണ് കൂടിച്ചേരുന്നത് അല്ലെങ്കിൽ ഇൻ്റർഫിയർ ചെയ്തിട്ട് ബാൻഡുകൾ ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ വേവ് ഇക്വേഷൻ? വാട്ട് ഇസ് ലൈറ്റ് വേവ് ഇക്വേഷൻ? ഈ ലൈറ്റ് വേവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ലൈറ്റ് ഇപ്പോൾ വാട്ടറിലെ വേവ് പോലെ ലൈറ്റ് ഒരു വേവ് ആണ്. അതിൻ്റെ ഇക്വേഷൻ ഉണ്ട്, ലൈറ്റ് വേവ് ഇക്വേഷൻ. ഐ ഷാൽ എക്സ്പ്ലെയിൻ ഫസ്റ്റ്. Light wave is a simple harmonic wave
and it is represented by the equation y is equal to a sin omega t plus epsilon, where y is the displacement, a is the amplitude, omega is the angular velocity. It is also called angular frequency, t time, and epsilon initial phase. അപ്പോൾ ലൈറ്റ് വേവ് ഒരു സിമ്പിൾ ഹാർമോണിക് വേവാണ്. നിങ്ങളുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചു കാണും എന്താണ് സിമ്പിൾ ഹാർമോണിക് വേവ് എന്നുള്ളത്. അത് പ്ലസ് 2 ക്ലാസ്സിലും ഉണ്ട്, പ്ലസ് 1 ക്ലാസ്സിലും ഉണ്ട് സിമ്പിൾ ഹാർമോണിക് വേവ്. ഇതാണ് ഇക്വേഷൻ y is a sin omega t plus epsilon. ഇത് ഒരു സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷനാണ്. y ഡിസ്പ്ലേസ്മെൻറ്റ്, a ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി, അതിന് ആംഗുലാർ വെലോസിറ്റി എന്ന് പറയും. ടി ടൈം, എപ്സിലോൺ വിളിക്കുന്ന പേരാണ് ഇനിഷ്യൽ ഫേസ്. ആ ഒമേഗ ടി പ്ലസ് എപ്സിലോൺ അതിന് മൊത്തം പറയുന്ന പേരാണ് ഫേസ്. എപ്സിലോൺ ഇനിഷ്യൽ ഫേസ്. അപ്പോൾ ഇതൊരു സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ഒരു ഇക്വേഷനാണ്. ഒമേഗ നിങ്ങൾ പഠിക്കുന്ന ഇറ്റ് ഈസ് 2π ന്യൂ, 2πf, 2πn എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് ഒമേഗ. അപ്പോൾ ഇത് സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ലൈറ്റ് വേവ് ഇത്തരം സിമ്പിൾ ഹാർമോണിക് വേവ് കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇത് തന്നെ നമ്മൾ കുറച്ചുകൂടി സൗകര്യത്തിൽ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് ഈ ഇക്വേഷൻ എഴുതും. അതാണ് താഴെ കാണിച്ചിരിക്കുന്നത്. y is equal to a sin 2π by lambda into vt plus x. അതും സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷനാണ്. ഒന്നാമത്തെ ഇക്വേഷൻ സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷനാണ്. രണ്ടാമത്തെ ഇക്വേഷൻ സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷനാണ്. ഒന്നാമത്തതിൽ നമ്മൾ ഒമേഗയിൽ എഴുതും, രണ്ടാമത്തത് വെലോസിറ്റിയിൽ എഴുതും. വെലോസിറ്റിയിൽ എഴുതുമ്പോൾ അവിടെ ഒരു ലാംഡ വരും. ലാംഡയെ വിളിക്കുന്ന പേരാണ് വേവ് ലെങ്ത്. അപ്പോൾ ഈ എക്സിനെ വിളിക്കുന്ന പേരാണ് പാത്ത് റെഫറൻസ്. എപ്സിലോൺ എന്നത്തെ ഇനിഷ്യൽ ഫേസ് അല്ലെങ്കിൽ ഫേസ് ഡിഫറൻസ് പറയും. ഇവിടെ എക്സിനെ പാത്ത് റെഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തിൽ നിന്ന് രണ്ടാമത്തേലേക്ക് വരാനായിട്ടൊരു മാർഗ്ഗമുണ്ട്. അതുകൂടി നമുക്ക് പഠിക്കാം. നമ്മളെ സംബന്ധിച്ച് ഈ രണ്ടാമത്തെ ഇക്വേഷനാണ് കൂടുതൽ പ്രാധാന്യം. കാരണം കൂടുതൽ കാൽക്കുലേഷൻ രണ്ടും ഉപയോഗിക്കും. രണ്ടാമത്തെ വെച്ച് നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻ വരും. അപ്പോൾ രണ്ടാമത്തെ ആ വേവ് ഇക്വേഷൻ പ്രത്യേകം പഠിക്കണം. y is equal to a sin 2π lambda into vt plus x. y is displacement, a is amplitude, omega ഇവിടെ lambda is the wavelength, v velocity of wave, t time, and x is path reference. അപ്പോൾ രണ്ട് വേവ് ഇക്വേഷനും പഠിക്കുക. നമ്പർ 1, നമ്പർ 2 രണ്ടും ലൈറ്റ് വേവിൻ്റെ ഇക്വേഷനാണെന്ന് മനസ്സിലാക്കണം. അത് വ്യക്തമായെന്ന് ഞാൻ കരുതുകയാണ്. ഇനി അടുത്തത് ഒന്നാമത്തെ വേവിൽ നിന്ന് രണ്ടാമത്തിലേക്ക് വരുന്ന ഒരു കാൽക്കുലേഷൻ കാണിച്ചിരിക്കുക. obtaining the second equation from the first equation. Proof. So we have simple harmonic wave equation y is a sin omega t plus epsilon. Omega is 2π nu. ഒമേഗയെ നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയും, ന്യൂവിനെ ഫ്രീക്വൻസി എന്ന് പറയും. വേർ ന്യൂ ഇസ് ദ ഫ്രീക്വൻസി. ഇനി എപ്സിലോൺ ഈസ് കോൾഡ് ഫേസ് ഡിഫറൻസ്, ഇനിഷ്യൽ ഫേസ്. അത് എഴുതുന്ന രീതിയാണ് 2π by lambda into എക്സ്. എക്സിനെ പാത്ത് റെഫറൻസ് എന്ന് പറയും. എക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് പറയാം. നമ്മളെ ലൈറ്റിനകത്ത് പാത്ത് റെഫറൻസ്, അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പാത്ത് റെഫറൻസ് അത് പറയേണ്ടി വരും. അതും പറയാൻ പോവുകയാണ്. എക്സിനെ പാത്ത് റെഫറൻസ് എന്ന് പറയും. അപ്പോൾ പാത്ത് റെഫറൻസ് ഉണ്ടെങ്കിൽ ഫേസ് ഡിഫറൻസ് കാണുന്നതാണ് എപ്സിലോൺ. 2π by lambda into എക്സ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ ഇക്വേഷനകത്ത് ഇപ്പോൾ തൽക്കാലം ഈ രണ്ട് ടേം ഓർക്കണം. ഒമേഗ 2π ന്യൂ ആണെന്നും, ന്യൂ ഫ്രീക്വൻസി, ന്യൂ എഴുതുന്നത് നമ്മൾ വി പോലെയാണ്. പക്ഷേ ഒരു വളവൊക്കെ വ്യത്യാസമുണ്ട്. അകത്തേക്ക് വളച്ചിടാം, അല്ലെങ്കിൽ ഇതുപോലെ എഴുതാം. എപ്സിലോൺ 2π by lambda into എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫസ്റ്റ് ഇക്വേഷനകത്ത് ഒമേഗയുടെ സ്ഥാനത്ത് 2π ന്യൂ എന്ന് കൊടുക്കണം, എക്സിൻ്റെ സ്ഥാനത്ത് 2π by lambda എന്നും കൊടുക്കണം. അങ്ങനെ ഒന്നാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ y is equal to a sin, ആ 2π by lambda കോൺ ഫാക്ടർ എടുക്കണം. നോക്കുക, ബ്രാക്കറ്റിനകത്ത് 2π by lambda കോൺ ഫാക്ടർ ഇല്ല ആദ്യ ടൈമിൽ. അപ്പോൾ എടുക്കാം നമുക്ക്, പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഒരു ലാംഡ അകത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അകത്തോട്ട് വിളിച്ചാൽ ലാംഡയും വെട്ടി പോകുമല്ലോ, ശരിയാകും. അപ്പോൾ ടേബിളിൽ നിന്ന് നമ്മൾ 2π by lambda പുറത്തേക്ക് എടുക്കുമ്പോൾ കോമ്പൻസേഷന് അകത്തൊരു ലാംഡ കൊടുക്കണം. ഒരു ന്യൂറ്റി അവിടെ ഉണ്ട്. പിന്നെ സെക്കൻഡ് ടൈം കുഴപ്പമില്ല, 2π by lambda പുറത്തേക്ക് എടുത്താൽ അവിടെ എക്സ് വരും. സോ y is equal to a sin 2π by lambda into vt plus x. കാരണം ന്യൂ ലാംഡ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വി ആണെന്ന്. വി ഇസ് എഫ് ലാംഡ, താഴെ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. വി ഇസ് എഫ് ലാംഡ, അല്ലെങ്കിൽ വി ഇസ് ന്യൂ ലാംഡ, വി ഇസ് എൽ ലാംഡ എന്ന് പറയാറില്ലേ. അപ്പോൾ ഇവിടെ ഈ ന്യൂ ലാംഡയ്ക്ക് ഒരു വി എന്ന് കൊടുക്കുക. പിന്നെ എക്സ് പാത്താണ്, 2π by lambda പുറത്തുണ്ട്.
അപ്പോൾ രണ്ട് ഇക്വേഷനും സെയിം ആണെന്ന് മനസ്സിലാക്കണം. ആദ്യം എഴുതിയ y = a sin omega t പ്ലസ് എപ്സിലണും ഇപ്പോൾ എഴുതിയ y = a sin 2π/λ × vt പ്ലസ് എക്സും ഒരേ ഇക്വേഷനാണ്, ലൈറ്റ് വേവ് ഇക്വേഷനാണ്, സിമ്പിൾ ഹാർമോണിക് വേവ് ഇക്വേഷനാണ് എന്ന് ഓർക്കണം. അപ്പോൾ ഇനി നമ്മൾ പറയുന്നത് ഈ പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് ടേമാണ്. അപ്പോൾ നമ്മളവിടെ ആ മുകളിലത്തെ ഡിസ്കഷനകത്ത് പറഞ്ഞിരുന്നു എന്താണ് ഫേസ് ഡിഫറൻസ്, എന്താണ് പാത്ത് ഡിഫറൻസ്. We have seen the about discussion. Epsilon is called phase difference and x is called path difference. What are they? That you explain here. Consider two light waves starting from A and B are reaching at P after traveling unequal distances. Then there is a path difference. Path difference delta. ദീപോലെ എഴുതും, അറിയാമല്ലോ, വളച്ചിടണം, ഇങ്ങനെ പുറത്തോട്ട് വളച്ചിടണം. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു BP - AP. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ചിത്രം നോക്കണം. ഇതാണ് ചിത്രം, നോക്കുക. ഈ പടത്തിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന AB രണ്ട് സോഴ്സാണ് എന്ന് മനസ്സിലാക്കണം. എയും ബി താഴെ മുന്നോട്ട് വരച്ചിരിക്കുകയാണ്. പി ദൂരെ മാറിയ ഒരു പോയിൻ്റാണ്. ഒരു സ്ക്രീൻ വെച്ചാൽ ദൂരെ മാറിയുള്ള പോയിൻ്റാണ് പി. അപ്പോൾ എയിൽ നിന്ന് ലൈറ്റ് വേവ് സഞ്ചരിച്ച് അല്ലെങ്കിൽ ലൈറ്റ് റേ സഞ്ചരിച്ച് പിയിലെത്തും, ബിയിൽ നിന്നും ലൈറ്റ് റേ സഞ്ചരിച്ച് പിയിലെത്തും. ആ പടം നോക്കി അറിയാം, അവിടെ ഒരു ദൂര വ്യത്യാസമുണ്ട്. ബി എന്നുള്ള ലൈറ്റാണ് കൂടുതൽ ദൂരം പോകുന്നത്. അപ്പോൾ ദൂരം എന്ന് പറഞ്ഞാൽ പാത്ത് എന്നാണ് പറയുക, ഡിസ്റ്റൻസ്, പാത്ത്. ഇപ്പോൾ ഇവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ട് എന്നർത്ഥം. ഇഫ് ടു വേവ്സ് സ്റ്റാർട്ടിങ് ഫ്രം A and B and reaching at P after traveling unequal distances, unequal paths, there is path difference. രണ്ട് വേവുകൾ രണ്ട് പോയിന്റിൽ നിന്ന് ആരംഭിക്കുകയാണ്, വ്യത്യസ്തമായ ദൂരം സഞ്ചരിച്ച് പിയിലെത്തുകയാണ്. അപ്പോൾ പറയും അവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ട്. എന്താണത്? അത് BP - AP. കൂടിയ ദൂരത്തിൽ നിന്ന് കുറഞ്ഞ ദൂരം കുറച്ചാൽ മതി. ഇവിടെ കുറച്ചിരിക്കുകയാണ്. ഇവിടെ ഇതാണ് ഈ BP കൂടിയ ദൂരം, അതിൽ കുറഞ്ഞ ദൂരം കുറച്ചാൽ താഴെ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇത് പാത്ത് ഡിഫറൻസ് ഈസ് ഈ കാണുന്ന ഇവിടെയുണ്ട്, സ്ലൈഡിനകത്തുണ്ട്. പാത്ത് ഡിഫറൻസ് ഈസ് ഡെൽറ്റ BP - AP. ഈ പടം നോക്കുക, ഇറ്റ് ഈസ് BP - AP. അങ്ങനെ പാത്ത് ഡിഫറൻസ് കാണും. പാത്ത് ഡിഫറൻസ് കിട്ടിയാൽ എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഈ പാത്തും ഫേസും ഒക്കെ ഒരേപോലെ ബന്ധപ്പെട്ടാണ്. പാത്ത് അളക്കുന്നത് മീറ്ററിൽ അളക്കും അല്ലെങ്കിൽ സെൻറ്റിമീറ്റർ അളക്കും. ഫേസ് അളക്കുന്നത് ആംഗിളിലാണ്, റേഡിയനിൽ അളക്കുന്നത്. അപ്പോൾ പാത്ത് ഡിഫറൻസ് നമുക്ക് മനസ്സിലായി, ഡെൽറ്റ BP - AP. ഇതൊരു ഫേസ് ഡിഫറൻസ്. പാത്ത് ഉണ്ടെങ്കിൽ ഫേസ് വ്യത്യാസമുണ്ട്, ഫേസ് ഡിഫറൻസ്. അത് എപ്സിലോൺ എന്ന് പറയും. ഈ പാത്തിലെ ഡെൽറ്റയെ 2π/λ വിളിച്ചാൽ മതി. ലാംഡ വേവിൽ എന്താണ് 2π/λ വിളിക്കുമ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസ് കിട്ടും. അപ്പോൾ ഈ വാട്ട് ആർ പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് എന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ ഫേസ് എഴുതത്തില്ല, നമ്മൾ പാത്ത് എഴുതും, ഡെൽറ്റ BP - AP. അതിനെ 2π/λ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ടൈമാണ് ഫേസ് എന്ന് പറയുന്നത്. സോ ഫേസ് ഡിഫറൻസ് എപ്സിലോൺ ഈസ് 2π/λ ഡെൽറ്റ. പാത്ത് ഡിഫറൻസ് ഡെൽറ്റ മൾട്ടിപ്ലൈഡ് ബൈ 2π/λ ഈസ് കോൾഡ് ഫേസ് ഡിഫറൻസ്. Path difference delta multiplied by 2π/λ is called phase difference epsilon. For example, here an example is given. For example, a path of λ/2 is a phase of pi, and a path of λ is a phase of 2π, and so on. Path, time, and phase are interrelated, and their relationship can be illustrated in the following table. അപ്പോൾ നമ്മൾ ഈ ഒപ്റ്റിക്സിനകത്ത് ലൈറ്റിനകത്ത് പറയുന്ന 3 ടേമാണ് പാത്ത്, ടൈം ആൻഡ് ഫേസ്. പാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സെൻറ്റിമീറ്ററിലോ മീറ്ററിലോ ഒക്കെ അളക്കാം. ടൈമാണെങ്കിൽ സെക്കൻഡ് അളക്കാം, ഫേസ് ആണെങ്കിൽ റേഡിയൻ അളക്കണം. ഈ 3 സംഖ്യയും ഇൻ്റർറിലേറ്റഡ് ആണ്. ഈ പാത്തും ടൈമായിട്ട് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫ് തന്നെ ബന്ധിപ്പിക്കാറുണ്ട്. ഇപ്പോൾ 1 കിലോമീറ്റർ ദൂരം നമ്മൾ പറയാം 5 മിനിറ്റ് നടപ്പെന്നൊക്കെ പറയത്തില്ലേ, അല്ലെങ്കിൽ
10 മിനിറ്റ് നടപ്പെന്നൊക്കെ പറയും. അപ്പോൾ പാത്തും ടൈമും ബന്ധിപ്പിക്കാറുണ്ട്. അതുപോലെ ആംഗിളുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം പാത്ത്, ടൈം ആൻഡ് ഫേസ് ആർ ഇൻ്റർ റിലേറ്റഡ്. അതിൻ്റെ റിലേഷനാണ് നമ്മളൊരു ടേബിളിൽ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു ടേബിൾ നിങ്ങൾ പഠിക്കണം. എ സ്മോൾ ടേബിൾ ഈസ് ഗിവൺ. This is to illustrate the relationship between path, time and phase. The first column represents time, t. The second column, path, delta. The third column, phase, epsilon. Path t/4, period by 4 എന്ന് പറയും. പീരീഡ് അറിയാമല്ലോ, ടൈം ഫോർ 1 വൈബ്രേഷൻ. t/4 അത് λ/4 പാത്തിന് തുല്യമാണ്. അത് π/2 ഫേസിന് തുല്യമാണ്. അല്ലെങ്കിൽ നോക്കി λ/4 എന്ന് പറഞ്ഞാൽ പാത്തിനെ ഫേസ് ആക്കാൻ 2π/λ ഗുണിച്ചാൽ പോരെ. 2π/λ ഇൻറ്റു λ/4 നമുക്ക് π/2 എന്ന് കിട്ടും. അപ്പോൾ പാത്ത് ഡെൽറ്റ λ/4 എന്ന് പറഞ്ഞാൽ അത് π/2 ഫേസാണ്. അതുപോലെ പാത്ത് λ/2 എന്ന് പറഞ്ഞാൽ പൈ ഫേസാണ്. 2π/λ ഗുണിച്ചാൽ മതി. പാത്ത് λ എന്ന് പറഞ്ഞാൽ ഫേസ് 2π ആണ്. എന്താ λ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്. അത് ഡെഫിനേഷൻ നിങ്ങൾ പഠിക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ എ വേവ് ഇൻ ദ ടൈം ഓഫ് 1 വൈബ്രേഷൻ ഇൻ എ പീരീഡ്. ദാറ്റ്സ് എ മീനിങ്. ലാംഡ ഈസ് ദി വേവ് ലെങ്ത് വിച്ച് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി വേവ് ഇൻ ദ ടൈം ഓഫ് 1 വൈബ്രേഷൻ ഓർ ഇൻ എ പീരിയോഡിക് ടൈം. 3 വാല്യൂ ഇൻ്റർലേറ്റഡ് ആണ്. അതിൽ നിങ്ങൾ ആ സെക്കൻഡ് ഒരു ഇമ്പോർട്ടൻറ്റ് മാർക്ക് തരുന്നുണ്ട്. t/2 ഹാഫ് പീരീഡ്, ഹാഫ് വേവ് ലെങ്ത് ഇസ്ക്വൽ പൈ ഫേസ്. ഇത് നമ്മളെ ഡിഫ്രാക്ഷൻ ഒരു ചാപ്റ്റർ ഉണ്ട്. ഇതിന് ഒരു വേറെ ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്റർ വരുമ്പോൾ ഒരു ഹാഫ് പീരീഡ് സോൺ എന്ന് പറയും. ഈ ഒരു സ്റ്റെപ്പ് വെച്ചാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ t/2 പീരീഡ് λ/2 പാത്തിന് തുല്യമാണ്, പൈ ഫേസിന് തുല്യമാണെന്നൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ മാർക്ക് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഡിഫ്രാക്ഷൻ ആകുമ്പോൾ ഇതൊന്ന് റെഫർ ചെയ്യും. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഇത് 2 ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മുകളിലത്തെ നോട്ടിനകത്ത് നിന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. 2 questions are given here. Question number 1, give the wave equation of a light wave. അപ്പോൾ അത് 1 മാർക്കിനാണെങ്കിൽ ഇക്വേഷൻ മാത്രം ചെയ്യാൻ മതി. 2 മാർക്കാണെങ്കിൽ അത് 2 പ്രൂഫ് എനിക്ക് കാണിക്കണം. Question number 2, what are path difference and phase difference? How are they related? അപ്പോൾ അത് 2 എഴുതണം. പടം വരച്ചിട്ട് AP - BP എന്ന് എഴുതി കാണിക്കണം. എന്നിട്ട് പറയണം phase difference epsilon is 2π/λ delta and you can give the example also. അങ്ങനെ വേണം എഴുതാനായിട്ട്. ആൻഡ് വിത്ത് ദിസ് അവർ ഫസ്റ്റ് ലെക്ചർ ഈസ് ഓവർ. ഞാൻ വളരെ കുറച്ച് ഇപ്പോൾ പറയുന്നുള്ളൂ. എല്ലാ ലെക്ചറും എല്ലാ ക്ലാസ്സും നമുക്ക് ഒരു 15 മിനിറ്റ് കൊണ്ട് തീരുന്നത് പോലെ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് കോൺസെൻട്രേഷന് പ്രയാസമായിരിക്കും. അപ്പോൾ ഇത് ഈ കംപ്ലീറ്റ് നോട്ട് ഇതിനകത്തുണ്ട്. നിങ്ങൾ വേറെ നോട്ടൊന്നും അന്വേഷിക്കേണ്ട. യു ക്യാൻ റൈറ്റ് ദി എൻ്റയർ നോട്ട്. ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ അങ്ങ് പകർത്തുക. ഫോട്ടോ പകർത്തണ്ട, അതേപോലെ പകർത്തണം. ഈ സ്ലൈഡിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ നോട്ട്, നോ സെപ്പറേറ്റ് നോട്ട്. You can write the entire things given in the slides as notes. The questions are also given. You copy down the questions also. And that is the first lecture. Thank you very much.